സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. മാനവരാശിക്ക് പുത്തൻ ഉണർവ് നൽകിയ പുതിയ നിയമത്തിൽ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ ഉപമ വർത്തമാനകാലത്തിലെ ചില സാഹചര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഈ ഉപമയുടെ ഒരു ദൃശ്യാവിഷ്കാരം ഇളമ്പൽ ജെറുസലേം മാർത്തോമ സുവിശേഷ സേവികാ സംഘം നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു. 10 കന്യകമാർ. നമ്മൾ താമസിച്ചു പോയോ? ആരെയും കാണുന്നില്ലല്ലോ ഇവിടെ. മണവാളൻ വന്നിട്ട് പോയി എന്താ തോന്നുന്നത്? ഇതാണോ നമ്മുടെ വിശ്വാസം? മണവാളൻ പറഞ്ഞിട്ടില്ലേ നാം അവിശ്വാസികളായിരിക്കരുതെന്ന്? നമ്മൾ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു, വിശ്വാസ ജീവിതം നയിച്ചു, കർത്തനോട് ചേർന്ന് കർത്തൻ്റെ ഹിതത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ചു. ഇതൊക്കെയും കർത്താവ് കാണുന്നില്ലേ? ഇനി കുറച്ചു പേര് കൂടി വരാനുണ്ടല്ലോ. അവർ വരാതിരിക്കുമോ? അതോ നമുക്ക് മുമ്പേ മണിയറയിൽ പ്രവേശിച്ചോ? ഇല്ല, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വരും, വരാതിരിക്കില്ല. ഓ, നമ്മുടെ ഗ്യാങ്ങിലുള്ള മറ്റുള്ളവരെ ഒന്നും കണ്ടില്ലല്ലോ. ഓ, വിശ്വാസികളെല്ലാം നേരത്തെ വന്ന് സീറ്റ് ബുക്ക് ചെയ്തല്ലോ. എന്നാലും എൻ്റെ ശാന്തമാമേ, എൻ്റെ അടുത്തായിട്ട് പോലും ഒന്നും വിളിച്ചില്ലല്ലോ. കഷ്ടം തന്നെ. നിങ്ങളെന്തേ താമസിച്ചത്? അവർക്ക് വണ്ടി കിട്ടിക്കാണില്ലായിരിക്കാം. ഞങ്ങൾ നിങ്ങളെ പോലൊന്നും അല്ലേ, ഞങ്ങൾ ഭയങ്കര ബിസിയാ. കണ്ടില്ലേ, കൊയറിന്ന് പാട്ട് പാടിയിരുന്നപ്പോൾ ഇറങ്ങി വന്നതാ. സാരി പോലും മാറാനൊരു സമയം കിട്ടിയില്ല. ചുമ്മാ ഞങ്ങളില്ലാത്തോണ്ട് ഇനി പാട്ടൊക്കെ എന്തോ ആകുമോ എന്തോ. ആ കൊയറെന്നാ നന്നായി. പാടിപ്പാടി മനുഷ്യന്റെ തൊണ്ട കയ്യ. അതിരിക്കട്ടെ, മണവാളൻ ഇതുവരെ വന്നില്ലേ? മണവാളൻ വരാൻ അല്പം ലേറ്റ് ആകുമെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ പോട്ടെ, ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ എന്തൊക്കെ പരിപാടി? എന്ത് പരിപാടിയാ? ബ്യൂട്ടി പാർലറിൽ ഒന്ന് പോകണം, ഫേഷ്യലൊക്കെ ഒന്ന് ചെയ്യണം, മുടിയൊക്കെ ഒന്ന് മുറിക്കണം, എന്നിട്ട് കടയിൽ പോയി ഇച്ചിരി മട്ടൻ മേടിക്കണം, മട്ടൻ ബിരിയാണി വെക്കണം, കഴിക്കണം. അത്രേ ഉള്ളൂ. ഞാനൊരു സോളോ ട്രിപ്പ് പോയാലോ എന്ന് ആലോചിക്കുകയാണ്. എൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ അറിയത്തില്ലേ, വീഡിയോസ് എടുക്കണം, സിൻസൂസ് വ്ലോഗ് അറിയത്തില്ലേ, പിന്നെ എഡിറ്റ് ചെയ്യണം. ഒന്നും പറയണ്ടെന്നേ, ഭയങ്കര ബിസിയാ. പിന്നെ ഭയങ്കര ബിസിയാ. അവരുടെ വീട്ടിൽ ഒരു കോഴിയെ മേടിച്ച് അതിൻ്റെ പപ്പും പൂടയും പറിക്കുന്നത്, പിന്നെ അത് കഷ്ണങ്ങളാക്കി പാത്രത്തിലിട്ട് വേവിക്കുന്നത്, അത് വെന്ത് വറ്റുന്നിടം വരെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര ബിസിയല്ലയോ? പോരാത്തതിന് ഈ നാട്ടിലുള്ള എല്ലാവരോടും സുഖമാണോ 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 എന്നൊരു തിരക്കല്. ഇതാ ഭയങ്കര ബിസി. അങ്ങനെയൊക്കെ തോന്നും. മുറ്റത്തെ മുല്ലയ്ക്ക് അല്ലേലും മണമില്ല. എനിക്കറിയാം നിങ്ങളൊന്നും സപ്പോർട്ട് ചെയ്തില്ലെന്ന്. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എല്ലാവർക്കും സുഖമല്ലേ? അറിയത്തില്ലയോ? സിൻസൂസ് വ്ലോഗ് അറിയത്തില്ലയോ? എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കല്ലേ. 4, 3, 7 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിൻ്റെയാണ് ഈ പത്രാസ്. പിന്നെ 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 പ്ലേ ബട്ടണേ വരുന്ന വഴിയാ. ബട്ടൺസ് ഷർട്ടിന്റെ ബട്ടൺസ് ആയിരിക്കും. നിങ്ങളെ അങ്ങനെ പറയത്തുള്ളൂ. എന്തൊരു ചൂട് ചൂട്. ഈ പ്രാവശ്യം എൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ റൂമെല്ലാം AC ആക്കി. പക്ഷെ എനിക്ക് AC ഇല്ലാതെ അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഓ, ഇത്രയും സമയമായി. ഇനി എന്ത് ചെയ്യും നമ്മളൊക്കെ? ഞങ്ങൾക്കാണെങ്കിൽ പോയിട്ട് ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ. ഇവിടുന്ന് ചെന്നിട്ട് വേണം ബാക്കി സൈലൻ്റ് ആയിട്ട് പാടാൻ. ഈ കർത്താവിനൊന്നും ഇപ്പോൾ വന്നു എന്നൊരു കൃത്യനിഷ്ഠതയില്ലാന്നേ. വന്ന് പോയാ പോയി, ഒരുമാതിരി കരണ്ട് പോലാ. എന്തായാലും നമ്മൾ ഒത്തുകൂടിയതല്ലേ. എൻ്റെ ഇച്ചായനെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ ഫോണാണ് കേട്ടോ, ഓപ്പോ.
ഇപ്പോഴേ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ട് നമുക്കൊന്ന് പിരിഞ്ഞാലോ? എല്ലാവരും ഒന്ന് പോസ് ചെയ്യണേ. ഓ, എന്തൊരു ക്ലാരിറ്റി! വാവ് ആയിട്ടുണ്ട്, വാവ്. ഒരു ചൈന സെറ്റും കൊണ്ട് വന്നിരിക്കുവാ. പിന്നെ ഇനി അത് പറഞ്ഞാൽ മതി. ഓ, നമുക്ക് ഇച്ചിരി റെസ്റ്റ് എടുക്കാം. ഭയങ്കര ക്ഷീണം തോന്നുന്നു. ശരിയാ, നല്ല ഉറക്കം വരുന്നുണ്ട്. വരൂ, നമുക്ക് വിളക്കിലെ തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരിക്കാം. അല്ലെങ്കിൽ അവൻ വരുമ്പോൾ നമ്മുടെ എണ്ണയെല്ലാം തീർന്ന് തിരി കെട്ടുപോകും. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് കുറച്ച് സമയം പ്രാർത്ഥിക്കാം, ദൈവവചനം വായിക്കാം. ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് നമുക്ക് വായിക്കാം. ഇതിനായിട്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അന്ന് 2 പേർ വയലിലിരിക്കും. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ വേഷിക്കും. 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ വേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടമൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്ന് അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. വിളക്ക് കത്തുന്നില്ല. ഓ മൈ ഗോഡ്, സാരിയിൽ വീഴുമെന്ന് വിചാരിച്ച് എണ്ണ എടുക്കാനും മറന്നുപോയി. നിങ്ങളവിടെ എണ്ണയും വിളക്കൊക്കെ എടുത്തോണ്ടിരുന്നോ? എൻ്റെ ഇച്ചായൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ ടോർച്ച് ഉണ്ട് കേട്ടോ. കത്തുന്നില്ലല്ലോ. ചുമ്മാ ഓരോ ഡ്യൂപ്ലിക്കേറ്റും കൊണ്ട് വന്നോളൂ ഓരോരുത്തർ. ഇനിയിപ്പോ എന്തുവാ നമ്മൾ ചെയ്യുന്നത്? എന്നാലും നമുക്ക് അവരോടൊന്ന് ചോദിച്ചാലോ? വേറെ പണിയില്ല. എന്നെ കൊണ്ട് വയ്യ, നിങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോ, നമ്മളില്ലേ? ചോദിച്ചോ. കന്യകമാരെ, ഞങ്ങളോട് പിണക്കം തോന്നരുത്. ഞങ്ങളുടെ കയ്യിലുള്ള എണ്ണ നിങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാതെ വരും. അതുകൊണ്ട് നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കൊള്ളൂ. പണ്ടെന്റെ വല്യമ്മച്ചി പറഞ്ഞതാ ഇവരോട് ചോദിക്കല്ലേന്ന്. ഇതുപോലെ പണ്ടൊന്ന് ചോദിച്ചതാ, കൊടുത്ത ചരിത്രം ഇല്ല, ഒട്ടുമില്ല. വേറെ പണി നോക്കാം. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത വിശ്വാസികളായവര്. വാ, നമുക്ക് ടൗണിലെങ്ങാണാൻ പോയി ഇനി വാങ്ങാം. നമുക്ക് ആ ബിഗ് ബസാറിൽ എത്ര എണ്ണ വേണം, ഏതൊക്കെ തരത്തിലുള്ള എണ്ണ വേണം? വാന്നേ. എണ്ണയില്ലെങ്കിൽ മണ്ണെണ്ണയെങ്കിലും കിട്ടും പോരെ.
പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. നിങ്ങളെല്ലാവരും എൻ്റെ വരവിനായി വിളക്കിൽ എണ്ണയുമായി കാത്തിരുന്നു. വരുവിൻ, ഒരുക്കിയിരിക്കുന്ന മണവറയിൽ നമുക്ക് പ്രവേശിക്കാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. അവരാദ്യ പന്തി കയറി സീറ്റ് പിടിച്ച് കാണും. അതാ ഇനി നമുക്കൊരു ചിക്കൻ്റെ എല്ല് പോലും കിട്ടത്തില്ല അവരുടെ അടുത്തൊന്നും. എന്തുവായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വാതിൽ അടച്ചിരിക്കുമല്ലേ, എന്തുവായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാം. കർത്താവേ, അറിയത്തില്ലേ, ഞാൻ സിൻസു ആകുന്നു. സിൻസുവോ? ഞാൻ നിന്നെ അറിയുന്നില്ല. അയ്യോ, അറിയത്തില്ലയോ? ഈ ലോകം മുഴുവനുള്ള എല്ലാവർക്കും എന്നെ അറിയാം. അറിയത്തില്ലയോ? സിൻസൂസ് വ്ലോഗ്. എല്ലാവർക്കും സുഖമല്ലേ? കർത്താവിന് മാത്രമേ ഉള്ളൂ എന്നെ അറിയാത്തത്. വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. ഈ ലോകം മുഴുവൻ നിന്നെ അറിയുമായിരിക്കും, പക്ഷേ ഞാൻ നിന്നെ അറിയുന്നില്ല. ഇങ്ങോട്ട് മാറിയിരിക്കും. കർത്താവ് കഥ അടച്ചോണ്ടിരിക്കുക, റേഞ്ച് പോലും ഇല്ല. അപ്പോഴാ ഇനി സിൻസു വ്ലോഗ്. കർത്താവേ, ഞാൻ ജിജയാണേ. ഞാൻ നിന്നെ അറിയുന്നില്ലല്ലോ. എന്നെ പറിച്ചില്ല ഈ പറയുന്നേ. ഇപ്പൊ കൊയർ പാടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നതേ ഉള്ളൂ, എന്നിട്ട് അറിയത്തില്ലെന്നോ? ഞാനേ ഈ പള്ളിയിലെ സൺഡേ സ്കൂൾ ടീച്ചറാണ്. കൊയറിനകത്തുണ്ട്, യുവജന സഖ്യത്തിനുണ്ട്, സേവ്യാ സംഘത്തിനുണ്ട്. എന്നെ എൻ്റെ ഇച്ഛായനെ അറിയാത്തവരായിട്ട് ഇവിടെ ആരും ഇല്ല. പോരാത്തതിന് ഞാൻ ഇവിടുത്തെ മെയിൻ. നിന്റെ ഇടവകയും യുവജന സഖ്യവും കൊയറും സേവികാ സംഘവും സൺഡേ സ്കൂളും എല്ലാം ഞാൻ അറിയുന്നു, എന്നാൽ നിന്നെ അറിയുന്നില്ല. എന്നെ അറിയത്തില്ല. ജൂനിയേഴ്സ് അങ്ങോട്ട് മാറിയെന്ന്, ഇവിടെ സീനിയേഴ്സ് ആയിട്ടുള്ളവർ ഇവിടെ ഉണ്ട്. അങ്ങോട്ട് ചെല്ലും. കർത്താവേ, എന്നെ അറിയില്ലേ? ഞാൻ സാറാമ്മ രാജു ആണേ. സാറാമ്മയോ? ഞാൻ അറിയുന്നില്ല. അതെ കർത്താവേ, നിനക്ക് എന്നെ അറിയില്ലേ? ഞാൻ സേവ്യാ സംഘത്തിലൊക്കെ സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാതെ കർത്താവ്, ഇവര് വെറുതെയാ പറയുന്നത്. തന്നെയല്ല, സേവ്യാ സംഘ ഭദ്രാസന പ്രതിനിധിയാണ് ഞാൻ. നീ അനേക കാര്യങ്ങളിൽ ഇങ്ങനെ പോകുമ്പോഴുണ്ടല്ലോ കർത്താവേ, ഇവരെ എല്ലാം ഞാൻ എന്റെ കാറിനകത്താ കൊണ്ടുപോകുന്നേ. നിനക്കറിയില്ലേ കർത്താവേ? നീ അനേക കാര്യങ്ങളിൽ വ്യാപൃതയായിരുന്നു, എന്നാൽ വേണ്ട കാര്യം അന്വേഷിച്ചില്ല. അതിനാൽ ഞാൻ നിന്നെയും അറിയുന്നില്ല. സാറാമ്മയും ജിജയും സിൻസൂരും ഒന്നും ദൈവം അറിയത്തില്ലെങ്കിലും കർത്താവ് എന്നെ അറിയും. എൻ്റെ പേര് സന്നിധ തോമസ് എന്നാ. ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവെ, ഞാൻ ഇടവകയ്ക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവളാ കർത്താവെ. പോരാഞ്ഞ് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാം ഞാൻ പള്ളിയിൽ വന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവളാ കർത്താവെ. പിന്നെ എടവമിഷൻ്റെ കേന്ദ്ര പ്രതിനിധിയായിട്ട് ഞാൻ കേന്ദ്രത്തിൽ പോയി ഈ പ്രാവശ്യം ഇലക്ഷന് ഒപ്പിട്ടിട്ട് ഞാൻ വന്നതാ കർത്താവെ. എന്നിട്ട് നീ എന്നെ അറിയത്തില്ലേ കർത്താവെ? നീ മറ്റുള്ളവരുടെ മുൻപിൽ പല നല്ല കാര്യങ്ങൾ കാട്ടിക്കൂട്ടി, എന്നാൽ ഹൃദയം കൊണ്ട് എന്നെ അന്വേഷിച്ചില്ല. ഞാൻ നിന്നെ സ്വീകരിക്കില്ല. പിന്നെ അമ്മാമ്മയുടെ ഒരു വോട്ട്. കർത്താവേ, ഡെയ്സി ഷിബു അറിയത്തില്ലേ? ഡെയ്സി, ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവേ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ ഇടവകയിൽ ഭാഷ പഠിച്ച് സേവ്യാ സംഘത്തിൻ്റെ ട്രസ്റ്റി ആയിട്ട് കർത്താവേ, ഈ സഹോദരിമാരുടെ ഇടയിൽ സഹിച്ചും ക്ഷമിച്ചും പെടാപാട് പെട്ടിട്ടുണ്ട് ദൈവമേ. എന്നിട്ടും എന്നെ അറിയത്തില്ലെന്നോ? നിനക്ക് പല ദേശവും പല ഭാഷകളും അറിയാമായിരിക്കും, പക്ഷേ എന്നെ യഥാർത്ഥമായി നീ മനസ്സിലാക്കിയില്ല. അതിനാൽ നീയും ഇവിടെ പ്രവേശിക്കില്ല. നമ്മളെ ആരെയും കർത്താവിനെ അറിയത്തില്ലെന്ന്. ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളെ ആരെയും അറിയത്തില്ല. പോവാൻ വന്ന വഴി. ഇനിയിപ്പം നമുക്ക് പോയി ഒരു കാര്യം ചെയ്യാം. വല്ല KFC എല്ലാം കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ നോക്കാം. നിൽക്കൂ. നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? മറ്റു കന്യകമാരോടൊപ്പമല്ലേ ഞാൻ നിങ്ങളെ വിരുന്നിന് ക്ഷണിച്ചത്? നിങ്ങൾ എന്തുകൊണ്ട് വിവേകത്തോടെ എണ്ണ കരുതിയില്ല? ആകയാൽ നാളും നാഴികയും അറിയായ കൊണ്ട് ഉണർന്നിരിപ്പിൻ.
കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലായി. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ച് ഞങ്ങളെ സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ വാക്കിലും നോട്ടത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം ഞങ്ങൾ പിഴച്ചുപോയി. കർത്താവേ, നിന്റെ സ്വർഗരാജ്യത്തിന് ഞങ്ങളെ അവകാശികളാക്കി തീർക്കണമേ. കർത്താവേ, കർത്താവെ, അഹങ്കാരം നിഹളം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയണമേ. ഞങ്ങളെല്ലാവരും അങ്ങേ രാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. ദൈവരാജ്യം നാം മറന്നുപോകല്ലേ. അനുദപിച്ച് ദൈവത്തിൽ അഭയം പ്രാപിക്കുവാൻ ഓരോ വിളിക്കുമായി നമുക്ക് കാതോർക്കാം. ഇന്ന് ദൈവത്തിൻ്റെ മടങ്ങിവരവ് സംഭവിച്ചാൽ കടന്നു പോകുവാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ വിളക്കുകൾ അണഞ്ഞു പോയിട്ടുണ്ടോ? അതോ എണ്ണയും വിളക്കുമായി അവനെ എതിരേൽക്കുമോ? ഈ ക്രിസ്തുമസ് കാലയളവിൽ നമ്മുടെ ഹൃദയങ്ങളിൽ യേശു ഉരുവാകട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതം ധന്യമാകട്ടെ. അവൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങി